ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 58. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 58. 1982. ആശ്വാസത്തിൻ്റെ അമ്മ ഞാനാണ്. ജനുവരി 1, 1982. 240. ഞാൻ ആശ്വാസത്തിൻ്റെ മാതാവാണ്. ഇന്ന് എൻ്റെ ദിവ്യ മാതൃത്വത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഒരു പുതുവർഷം തുടങ്ങുകയാണ്. ഈ ആദ്യ ദിവസം തിരുസഭ എന്നെ അമ്മ എന്ന സംജ്ഞയിൽ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ മാതൃ സംരക്ഷണം എല്ലാവരിലും എത്തിക്കുന്നതിന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സമാധാനത്തിൻ്റെ ദാനം നൽകുന്നതിന് ദൈവത്തോട് അപേക്ഷിക്കാൻ വേണ്ടി ഞാനും നിങ്ങളോടുകൂടി ചേരുന്നു. അതിനുവേണ്ടി നിങ്ങൾ സമാധാനത്തിൻ്റെ രാജ്ഞിയെന്ന് ആരെ വിളിക്കുന്നുവോ അവളുടെ മാധ്യസ്ഥതയിലൂടെ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്തായ ദാനമാണ് സമാധാനം. അത് ക്രിസ്തുമസ് ദിവസത്തിൽ നിങ്ങൾക്ക് അതിസമൃദ്ധമായി നൽകപ്പെടുന്നു. ബെത്ലഹേമിൽ തൻ്റെ ജനന സമയത്ത് വളരെ ബലഹീനനായി നിങ്ങൾ കാണുന്ന ഉണ്ണിയേശു സമാധാനത്തിൻ്റെ നിത്യനായ രാജാവത്രേ. അവൻ്റെ നാമം സമാധാനം എന്നാണ്. അവൻ്റെ ദാനം സമാധാനമാണ്. അവൻ്റെ ദൗത്യം എല്ലാവർക്കും സമാധാനം കൊണ്ടുവരികയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. അവൻ ജനിച്ച രാത്രിയിൽ കാലിത്തൊഴുത്തിന് ചുറ്റും മാലാഖമാർ പാടിയ ആഹ്ലാദദായകമായ ഗാനം ഇതാണ്: ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം. ഇതിനു വേണ്ടിയത്രേ പിതാവിൻ്റെ വചനം എൻ്റെ കന്യകാത്തോദരത്തിൽ മനുഷ്യാവതാരം ചെയ്തതും ബെത്ലഹേമിൽ ജനിച്ചതും കാൽവരിയിൽ ആത്മബലി ചെയ്തതും. എല്ലാ മനുഷ്യരുടെയും ഇടയിൽ സമാധാനം. എന്തെന്നാൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, യേശുവിൻ്റെ യഥാർത്ഥ സഹോദരങ്ങളാണ്, പരസ്പരം സഹോദരന്മാരാണ്. നിങ്ങൾ സാഹോദര്യത്തിൽ ജീവിക്കുക എന്നതിലത്രേ മനുഷ്യർ തമ്മിലുള്ള സമാധാനത്തിൻ്റെ ഉറവിടം സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ സമാധാനമാകുന്ന ദാനം സ്നേഹത്തിൻ്റെ പാതയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സ്നേഹത്തിൻ്റെ പാതയിലാകട്ടെ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു. ഇവയിലൂടെ ദൈവത്തെയും നമ്മെ തന്നെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇവയിലത്രേ നീതിയും സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ യഥാർത്ഥ അനുരഞ്ജനം അടങ്ങിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവത്തെ സ്വീകരിച്ചേ മതിയാവൂ. നേരെ മറിച്ച് മനുഷ്യർ മർക്കടമുഷ്ടിയോടെ അവിടുത്തെ തിരസ്കരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നിടത്തോളം ബഹുമാനം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പൗരാവകാശങ്ങൾ പോലും പരിരക്ഷിക്കുവാൻ അവർക്ക് കഴിയാതെ വരും. കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കപ്പെടുന്നില്ലെങ്കിൽ, നേരെ മറിച്ച് അവ അധികമധികം പരസ്യമായി ലംഘിക്കപ്പെടുന്നെങ്കിൽ മനുഷ്യവർഗം ക്രമരാഹിത്യത്തിൻ്റെയും സ്വാർത്ഥത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാതയിലൂടെ ഓടുകയായിരിക്കും. ഇക്കാരണത്താലാണ് മനുഷ്യവർഗം യുദ്ധത്തിൽ പരിപാന്തരമാകുന്നത്. ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ ലോകത്തിൻ്റെ പാതകളിൽ എത്രയധികം ക്ലേശങ്ങൾ വിതറപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആഹാരവും സഹായവുമില്ലാതെ കുഞ്ഞുങ്ങളുടെ കഷ്ടതകൾ, പരിഷ്കരിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത യുവജനങ്ങൾ, അന്തസ്സ് ചവിട്ടി മാറ്റപ്പെടുന്നതിന് മറ്റുള്ളവരുടെ മേൽ അധികാരം ചെലുത്തുന്ന അക്രമങ്ങൾ ചെയ്യുന്നതിന് ഉപകാരണമാക്കപ്പെട്ട പുരുഷന്മാർ, തങ്ങളുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടതിൽ കേഴുന്ന സ്ത്രീകൾ, ഇവരുടെയെല്ലാം ദുരിത ദുഃഖങ്ങൾ. മനുഷ്യർ വേറൊരു യുദ്ധത്തിൻ്റെ വിപത്തിനെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള എൻ്റെ മനോവ്യഥ എൻ്റെ പാവപ്പെട്ട മക്കളെ എത്ര വലുത്! വിശപ്പ്, യുദ്ധം, വിദ്വേഷം, അക്രമം എന്നിവയാൽ ഭയാക്രാന്തരാകുന്ന എൻ്റെ മക്കൾ, നിങ്ങളുടെ വിമലയായ മാതാവിൻ്റെ ബാഹ്യവസ്ത്രത്തിന് കീഴിൽ ഇന്ന് നിങ്ങൾ അഭയം തേടുക. നിങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസവും നിങ്ങളുടെ നിരാശയിൽ വിശ്വാസവും നിങ്ങളുടെ മിഥ്യാബോധത്തിൽ പ്രത്യാശയും നിങ്ങളുടെ കഷ്ടതകളിൽ സുരക്ഷിതത്വം നൽകുന്നതിനുള്ള മാതൃസഹജമായ എൻ്റെ കർത്തവ്യം ഇത്രയധികമായി മുൻപൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മുതൽ നിരന്തരമായി നിങ്ങളുടെ അമ്മയുടെ ആശ്വാസപ്രദമായ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യബോധവും നിങ്ങളിൽ ശക്തമാകും. നിങ്ങളുടെ വലിയ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഘട്ടത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഞാൻ ആശ്വാസത്തിൻ്റെ അമ്മയാണ്. ഞാൻ നൽകുന്ന ആശ്വാസത്തെപ്പറ്റി, വിശിഷ്യ
ഞാൻ വളരെ മുൻപ് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്ന രക്തരൂക്ഷിതമായ പരീക്ഷണത്തിൻ്റെ മണിക്കൂറുകളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യവും സംരക്ഷണവും നൽകുന്ന എൻ്റെ വലിയ ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാകും. ആകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ വസ്ത്രം കൊണ്ട് ഞാൻ ആവരണം ചെയ്യുന്നു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രക്ഷാസങ്കേതത്തിലേക്ക് നിങ്ങളെ ഞാൻ ശേഖരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും പുത്രനിവേശമായ പരിത്യക്ത മനോഭാവവും ഞാൻ ഉത്തേജിപ്പിക്കുന്നു. നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. ഫെബ്രുവരി 2, 1982, 241 സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രകാശം. ലോകമാസകലം ചിതറിക്കിടക്കുന്ന എൻ്റെ പ്രിയപുത്രന്മാരെ, ഇന്ന് എൻ്റെ വിമല ഹൃദയമാകുന്ന ബലിപീഠത്തിൽ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ്. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടെ അവൻ്റെ മഹിമയ്ക്കായി നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. ഇവിടെ എല്ലാവരുടെയും രക്ഷയ്ക്കായി നിങ്ങൾ ബലിയർപ്പിക്കപ്പെടുന്നു. എൻ്റെ സ്നേഹ സംവിധാനത്തിന് പ്രത്യുത്തരം നൽകാൻ എത്ര നാളുകളായി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അനിയന്ത്രിതവും സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെ കഴിവില്ലായ്മയുടെയും ശൈത്യത്താൽ മനുഷ്യഹൃദയങ്ങൾ അടയ്ക്കപ്പെട്ട സമയം മുതൽ എൻ്റെ മാതൃഹൃദയത്തിൻ്റെ പ്രകാശം നിങ്ങളിലൂടെ പ്രസരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മക്കളായ നിങ്ങളെ ഞാൻ കർത്താവിനെ അർപ്പിച്ചിരിക്കുന്നത് ഈ വെളിച്ചം സർവത്ര പ്രസരിക്കുന്നതിനാണ്. എൻ്റെ എല്ലാ മക്കളുടെയും കൂടുതലായി എൻ്റെ മാതൃസഹജനമായ സ്നേഹാർദ്രതയോടെ സ്നേഹിക്കുവിൻ. അവരുടെ കൂട്ടത്തിൽ വഴിതെറ്റിപ്പോയവരുണ്ട്. ദൈവത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നവരുണ്ട്. തങ്ങളറിയാതെ തന്നെ പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും അക്രമത്തിൻ്റെയും ബലിയാടായി തീർന്നവരുണ്ട്. ഇവരോടുള്ള പ്രത്യേകമായ ദയയും കാരുണ്യവും കാണിക്കുക. നശിച്ചു പോകുന്നതിനുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്ന എൻ്റെ എല്ലാ പാപികളായ മക്കളെയും നിങ്ങളിലൂടെ രക്ഷിക്കുന്നതിന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ മുൻപൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ ദൈവമഹത്വീകരണത്തിനായി നിങ്ങളും ബലി കഴിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിനെതിരായുള്ള പ്രക്ഷോഭം ഇത്ര രൂക്ഷമായി മുൻപൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അത് ആത്മനാശത്തിൻ്റെ അപകടത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീഷണി അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയസുതരെ, അനുസരണശീലവും വിനയവുമുള്ള ആട്ടിൻകുട്ടികളെ പോലെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കപ്പെടട്ടെ. തന്മൂലം കർത്താവിൻ്റെ ആലയത്തിൽ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന് പൂർണ്ണ മഹത്വീകരണത്തിൻ്റെ ഒരു ഗീതകമായി നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ ദുർബല ശബ്ദങ്ങൾ ഒരു കൊടുങ്കാറ്റിൻ്റേതുപോലെ സുശക്തങ്ങളാവും. മാലാഖമാരുടെയും വിശുദ്ധരുടെയും സൈന്യങ്ങളുടെ ഉച്ചത്തിലുള്ള ദൈവവിളിയോട് ചേർന്ന് അവർ ലോകത്തെല്ലായിടത്തും പോയി പ്രഘോഷിക്കും. ദൈവത്തെ പോലെ ആരുണ്ട്? ദൈവത്തെ പോലെ ആരുണ്ട്? വളരെയധികം വേദനകളിലൂടെയും കഷ്ടതകളിലൂടെയും ജീവിക്കുന്നതിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ മക്കളെ നിങ്ങളിലൂടെ ധൈര്യപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും ഞാൻ ഇച്ഛിക്കുന്നു. വലിയ കൊടുങ്കാറ്റിൻ്റെ സമയത്ത് അമ്മ തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവരെ കൈകളിലെടുക്കുന്നതിന് ഇച്ഛിക്കുന്നു. ശുദ്ധീകരണ സമയത്ത് മരണവേദനയുടെ മണിക്കൂറുകളിലൂടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് സഹിക്കും, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഒരുമിച്ച് പരീക്ഷിക്കപ്പെടും, ഒരുമിച്ച് ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യും. പ്രിയപുത്രന്മാരെ, ദൈവത്തിലുള്ള പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും എൻ്റെ മാതൃസമാശ്വാസത്തിൻ്റെയും പ്രകാശപൂരം ഇപ്പോൾ നിങ്ങളിലൂടെ ലോകത്തിൽ മുഴുവൻ ഞാൻ വ്യാപിപ്പിക്കും. ജെറുസലേം, മാർച്ച് 5, 1982, 242. പുതിയ ജെറുസലേം. ഒരു തള്ളപ്പക്ഷി ചിറകിൻ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ എത്ര പ്രാവശ്യം നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്നെ നീ തിരസ്കരിച്ചു. നിങ്ങളുടെ സമാധാനത്തിൻ്റേതായ ദിനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. എൻ്റെ മകൻ യേശുവിൻ്റെ വിലാപസ്വരം ഞാൻ വീണ്ടും കേൾക്കുന്നു. നിങ്ങളുടെ അമ്മയായ ഞാനും എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടുന്നതിന് എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലേശത്തിൻ്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. എൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കപ്പെട്ടില്ല. എൻ്റെ അസാധാരണമായ ഇടപെടലുകളെ അവർ വിശ്വസിച്ചില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നിങ്ങളുടെ മേൽ തൂങ്ങി നിൽക്കുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി ഈ വർഷങ്ങളിൽ ഞാൻ ചെയ്ത സർവ്വവും നിഷ്ഫലമാകുന്നതിന് ഒരു ശ്രമം ചിലർ നടത്തിയിട്ടുണ്ട്. ജെറുസലേമിൽ എല്ലാ പ്രവാചകന്മാരുടെയും മരണത്തിന് വിധേയമാക്കപ്പെട്ടതുപോലെ വാഗ്ദാനം ചെയ്യപ്പെട്ട
അനേകം നൂറ്റാണ്ടുകളായി പ്രതീക്ഷിക്കപ്പെട്ട മിശിഹ, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായ അവിടുന്ന് ത്യജിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് മരണത്തിന് വിധിക്കപ്പെട്ടു. അതുപോലെ പുതിയ ഇസ്രായേലായ സഭയും നിങ്ങളുടെ അമ്മയും ഈ അവസാന നാളുകളിലെ പ്രവാചകിയായ എൻ്റെ രക്ഷാകര പ്രവൃത്തി വഴി പലപ്പോഴും മൗനം പാലിച്ചു. അതിനെ തിരസ്കരിച്ചും വിഘാതപ്പെടുത്തിയും കൊണ്ടിരിക്കുന്നു. പല വിധത്തിലും ഞാൻ സംസാരിച്ചു, എന്നാൽ എൻ്റെ വാക്കുകൾ ശ്രവിക്കപ്പെട്ടില്ല. പല പ്രകാരത്തിലും ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി, എന്നാൽ ഞാൻ നൽകിയ അടയാളങ്ങൾ ആരും വിശ്വസിച്ചില്ല. എൻ്റെ പ്രത്യക്ഷപ്പെടലുകളെപ്പറ്റി ഏറ്റവും നിസ്സാരമായതിനെക്കുറിച്ച് പോലും അവർ വാദപ്രതിവാദം നടത്തി. ഓ പുതിയ ജെറുസലേമേ, യേശുവിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ പുതിയ ഇസ്രായേലേ, തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ സ്വീകരിക്കുന്നത് പോലെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു. എൻ്റെ സമാധാനത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വലിയ ക്ലേശങ്ങൾ നിൻ്റെ മേൽ വരും. ഒരു കൊടുങ്കാറ്റിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും ആഘാതം നിന്നിൽ നിപതിക്കും. മനുഷ്യ അഹങ്കാരം നിന്നിൽ നിർമ്മിച്ച മഹൽ കാര്യങ്ങളിൽ കല്ലിന്മേൽ കല്ല് അവശേഷിക്കുകയില്ല. ഓ പുതിയ ജെറുസലേമേ, മാനസാന്തരത്തിനും ആന്തരിക ശുദ്ധീകരണത്തിനുമായി ഇന്ന് ഞാൻ നൽകുന്ന ക്ഷണം സ്വീകരിക്കും. അങ്ങനെ നീതിയുടെയും വിശുദ്ധിയുടെയും പുതുയുഗം നിങ്ങളിൽ പ്രശോഭിക്കും. എൻ്റെ പ്രകാശം ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിക്കും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹത്വപൂർണമായ ഭരണം എൻ്റെ മകനായ യേശു നിങ്ങൾക്കിടയിൽ സംസ്ഥാപിതമാക്കും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസത്തെ ഈ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ നമുക്ക് കുമ്പിടാം. അവിടുത്തെ കരുണയാണ് നമ്മളെ ചേർത്ത് പിടിച്ചത്. അവിടുത്തെ ദയയാണ് നമ്മളെ നടത്തിയത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നവുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്ന വചനം നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മളെ അവിടുത്തെ ഹൃദയത്തോട് ചേർക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് നന്മ ചെയ്തുകൊണ്ട് കർത്താവിനെ കാത്തിരിക്കാം. അവിടുന്ന് തീർച്ചയായും നമ്മളെ തേടി വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ലെന്ന വചനം അവിടുന്ന് എന്നെന്നും നിർവഹിക്കുമെന്ന് നമുക്ക് ഓർക്കാം. യേശുവേ സ്തോത്രം. യേശുവേ